നമസ്കാരം, ADV ന്യൂസിലേക്ക് സ്വാഗതം. ജില്ലാ കളക്ടറുടെ വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ അദാലത്ത് സംഘടിപ്പിച്ചു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. അഞ്ചലിൽ ബൈക്കും ഓട്ടോയും കൂട്ടിയിടിച്ച 3 പേർക്ക് പരിക്ക്. അഞ്ചലിൽ ജില്ലാ കളക്ടറുടെ വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ അദാലത്ത് സംഘടിപ്പിച്ചു. ലോകബാങ്കിന്റെ 13 ലക്ഷവും പാഴായ പദ്ധതി അഞ്ചലിൽ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഇടമുളക്കൽ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കുടുംബസംഗമം നടത്തി. ശതമാനം 916 ഹോൾമാർക്ക് പ്യൂരിറ്റിയോടെ മഞ്ഞളി ജ്വല്ലേഴ്സ്. പരസഹായത്തോടെ മാത്രം ജീവിച്ചിരുന്ന അനേകം രോഗികളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതിന്റെ ചാരിതാർത്ഥ്യത്തോടെ ശ്രീവിനായക ഫിസിയോതെറാപ്പി സെന്റർ സർക്കിൾ ഓഫീസിന് സമീപം മാർക്കറ്റ് ജംഗ്ഷൻ അഞ്ചൽ. ഫോൺ 9495042901. വാദം, നട്ടല്, ഞരമ്പ്, അസ്ഥി എന്നിവ സംബന്ധിച്ച രോഗങ്ങൾ, കുട്ടികൾക്ക് ജന്മനാ ഉണ്ടാകുന്ന അംഗവൈകല്യം എന്നിവയ്ക്ക് ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ വിദഗ്ധമായ ഫിസിയോതെറാപ്പി ചികിത്സ നൽകുന്നു. പക്ഷാഘാതം, തളർവാദം, സന്ധിവാദം, ആമവാദം, രക്തവാദം, ചുടുവാദം, പേശിവാദം, ടെന്നിസ് എൽബോ, ഫൈബ്രോമയാൽജിയ, സെറിബ്രൽ പാലസി, സ്പൈന ഫൈബിഡ, സിറിഞ്ചോമൈലിയ, സ്പൈനൽ കോഡിനുണ്ടാകുന്ന തകരാറുകൾ എന്നിവയ്ക്ക് പരിഹാരം. പ്ലേറ്റ്, സ്ക്രൂ എന്നിവ ഇട്ടതിനു ശേഷം സന്ധികൾക്ക് വഴക്കമുണ്ടാകാനുള്ള ചികിത്സ നൽകുന്നു. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഫിസിയോതെറാപ്പിസ്റ്റ് എസ് ലജീഷിന്റെ പരിചയസമ്പന്നതയും സമർപ്പണവും. ശ്രീവിനായക, എ കംപ്ലീറ്റ് ഫിസിയോതെറാപ്പി സെന്റർ. ഫോൺ 9495042901. വാർത്തകൾ വിശദമായി. അഞ്ചലിൽ ജില്ലാ കളക്ടറുടെ വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ അദാലത്ത് സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടറുടെ വിവിധ വകുപ്പുകളുടെ പരാതി അദാലത്ത് അഞ്ചലിൽ നടന്നു. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ അഞ്ചൽ മിനി സിവിൽ സ്റ്റേഷനിലാണ് പരാതി പരിഹാര അദാലത്ത് നടന്നത്. 548ഓളം പരാതികളാണ് ജില്ലാ കളക്ടർ എ ഷൈനാമോൾ നേരിട്ട് വാങ്ങിയത്. ഇതിൽ ഉടൻ പരിഹരിക്കപ്പെട്ട പരാതികളുമുണ്ടായി. ശനിയാഴ്ച രാവിലെ 10 തുടങ്ങിയ അദാലത്ത് വൈകിട്ട് 5 വരെ നീണ്ടു. അസിസ്റ്റന്റ് കളക്ടർ ഡോക്ടർ ചിത്ര, അഡ്വക്കേറ്റ് റഹീം, RDO സി സജീവ്, പുനലൂർ തഹസിൽദാർ ശശികുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പ് മേധാവികൾ അദാലത്തിൽ പങ്കെടുത്തു. ശരീരത്തിനോട് ബലമൊന്നുമില്ല, അതുകൊണ്ട് സഹായത്തിനും അപേക്ഷിക്കും. കാരുണ്യ ചികിത്സാ പദ്ധതിയുടെ സഹായ വിതരണമാണ് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറും കാരുണ്യ ഡെവലപ്മെന്റിന്റെ ജില്ലാ കമ്മിറ്റി ചെയർമാനുമായ അവിടെ 1 വർഷത്തോളം അവൻ തങ്ങി ചികിത്സിച്ചു. എല്ലാ മാസവും പോകട്ടെ 3-4 പ്രാവശ്യം എല്ലാ മാസവും പോകണം. അപ്പൊ അവരുടെ ഗവൺമെന്റ് തന്നെ തരണം അല്ലേ? 4 മക്കളുണ്ടായിട്ട് ഇതിന് ഗവൺമെന്റ് തന്നെ 4 മക്കളുള്ളതല്ലേ? അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് എന്താ വയ്യാത്തത്? ഇവിടെ വന്നതിന്റെ അർത്ഥം അർഹരായവർക്ക് നമ്മൾ കൊടുക്കുള്ളൂ, അല്ലാതെ എല്ലാവരെയും വെറുതെ സന്തോഷിപ്പിച്ചു വിടാന്നുള്ളതല്ല. നിങ്ങൾക്ക് വയ്യാത്തതിന് നിങ്ങൾ സർട്ടിഫിക്കറ്റ് വെച്ചിട്ടുണ്ടോ? എന്തായാലും അന്വേഷിക്കട്ടെ, അന്വേഷിച്ചിട്ട് ശ്രീമതി പ്രേമകുമാരി, കുളങ്ങര പുത്തൻവീട്, ആലയമാണ്. 20,000 രൂപ.
സുരേന്ദ്രൻ ആചാരി, ചൈവുള പുത്തൻപേട്, തടിക്കാട് 20,000 രൂപ. അത് രാജു എന്ന് പറയുന്ന ഒരു പൊതുകക്ഷിയാണ് ചെയ്യുന്നത്. അയാളുടെ വസ്തുവിന്റെ ചുറ്റുപാടുമാണ് മധുര അയാൾ കെട്ടിവെച്ചേക്കുന്നത്. അയാളാ ചെയ്യുന്നത് ഒരു വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിലാണെന്ന് തോന്നുന്നത്, ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു പിടിപ്പിക്കുകയും ചെയ്താണെന്ന് തോന്നുന്നു. ഇന്ന് നടന്ന ജില്ലാ ഭരണകൂടം ജനങ്ങൾക്കരികെ എന്ന ഈ പരിപാടിയിൽ ആകെ 548 അപേക്ഷകൾ കിട്ടിയിട്ടുണ്ട്. അതിലൊരു ഭൂരിഭാഗം പരാതികളും ഒരു 15 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തീർപ്പാക്കാൻ കഴിയുന്നുണ്ട്. ചില പരാതികളിലാണ് കുറച്ചുകൂടി കാലതാമസം നേരിട്ടത്. ഏറ്റവും പ്രധാനമായി ഇന്ന് കുറേ ബെനിഫിറ്റ്സ് ഇന്നിവിടെ റിലീസ് ചെയ്യാൻ കഴിയും. NFPS 11,20,000 രൂപ DD കൈപ്പറ്റിയ ആളുകളുടെ നമ്പർ എഴുതുന്നു. കാരുണ്യ ഡെവലപ്മെൻറ്റ് ഫണ്ടിലാണെങ്കിൽ 3 പേർക്ക് അല്ലേ 6 ലക്ഷം രൂപ. ഡയറി ഡെവലപ്മെൻറ്റ് വകയായിട്ടാണെങ്കിൽ CMDRFിൽ 14 പേർക്ക് ഇന്ന് റിലീഫ് പ്രൊവൈഡ് ചെയ്യുകയുണ്ടായി. 2,44,500. അതുപോലെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് സ്കൂൾ ഒരു പമ്പ് സെറ്റ് ഒരു സ്കൂളിന് അങ്ങനെ നല്ല രീതിയിൽ നിങ്ങളിത് ഓർഗനൈസ് ചെയ്തു. കാരണം ഒട്ടും നമുക്ക് സമയമുണ്ടായിരുന്നില്ല. ഞാൻ ജോയിൻ ചെയ്തിട്ട് 3 ആഴ്ചയായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് ഇതുപോലത്തെ ഒരു കൺസെപ്റ്റ്. ഞാൻ ഇതിനു മുമ്പ് വർക്ക് ചെയ്ത ഹിമാചൽ പ്രദേശിലാണ് ഇപ്പോൾ സിസ്റ്റം അവരുടെ സിസ്റ്റം തന്നെയാണ് എല്ലാ ബ്ലോക്ക് ലെവലിലാണ് നടത്തുന്നത്. പക്ഷെ ഇവിടെ നമുക്കത് താലൂക്ക് ലെവലിൽ നടത്താൻ തീരുമാനമാവുകയും ആ സമയത്ത് ഡിസ്കഷനിൽ താലൂക്ക് ഇവിടുത്തെ തഹസിൽദാർ ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെയാണ് ഈ ഒരു വെന്യൂ സെലക്ട് ചെയ്തത്. എനിക്ക് നിങ്ങൾക്കൊരു പക്ഷേ ഇതിൽ പുതുമ തോന്നിയാലും എനിക്ക് ഞാൻ 2-3 തവണ അവിടെ അറ്റൻഡ് ചെയ്ത് അത് ഭാഷ മാത്രം വ്യത്യാസമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. വളരെയധികം സന്തോഷമുണ്ട്. ഇങ്ങനെയൊരു പരിപാടി ഇത്ര നന്നായിട്ട് ഓർഗനൈസ് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അതുപോലെ തന്നെ നമ്മളെ സഹകരിച്ച ലൈൻ ഡിപ്പാർട്ട്മെന്റ്സിലെ എല്ലാ ഓഫീസേഴ്സിനും ഞാൻ നന്ദി പറയുന്നു. ഇനിയും നമ്മൾ മറ്റു പല താലൂക്കുകളിലും പല വില്ലേജുകളിലും ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നതായിരിക്കും. എല്ലാത്തിലും ഞാൻ തന്നെ പങ്കെടുക്കാൻ ശ്രമിക്കും. ഇനി പറ്റാത്ത കേസുകളിൽ ADMO RDOയുടെ നേതൃത്വത്തിൽ നടത്തുന്നത്. ഈ ഒരു സിസ്റ്റം പ്ലേസ് ആയി കഴിഞ്ഞാൽ ഇത് ഒരു നിശ്ചിത പീരീഡിനുള്ളിൽ എല്ലായിടത്തും ഇതുപോലെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും പങ്കെടുത്ത എല്ലാവർക്കും അതുപോലെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരോടും നിങ്ങളുടെ പരാതികൾ ഞങ്ങൾ ആത്മാർത്ഥമായി ശ്രമിക്കും. അത് ഞങ്ങൾ പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ അതിലൊരു നിവാരണം കണ്ടെത്തും. പക്ഷേ എല്ലാ കേസുകളിലും ഞങ്ങൾക്ക് ചിലപ്പോൾ പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്നു വരുന്നില്ല. പ്രത്യേകിച്ച് വീടിന് വേണ്ടി ഭൂമിയും സ്ഥലമില്ല എന്ന് വീടുമില്ല എന്ന് പറഞ്ഞു വരുന്ന പരാതികളും ഞങ്ങൾ ഇതിന് ആലോചിക്കാം. കാരണം ഗവൺമെന്റിന്റെ പല സ്കീംസ് ഒരു പക്ഷേ ഞങ്ങളുടെ തന്നെ ശ്രദ്ധയിലൂടെ അത് പോകുന്നുണ്ടാവും. ആസ് ഓഫ് നൗ അങ്ങനത്തെ ചില കേസുകളും ഞങ്ങൾക്ക് ഉടനെ തന്നെ റിലീഫ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങളുടെ ശ്രദ്ധയിലുണ്ടാവുന്നത്. കാരണം എല്ലാവരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളൊന്നാണ് വീടുണ്ടാവുക എന്നുള്ളത്. എന്തായാലും മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും. ഇന്ന് കിട്ടിയ പരാതികളിൽ ഭൂരിഭാഗവും എത്രയും പെട്ടെന്ന് തന്നെ അതിനൊരു പരിഹാരം ഉണ്ടാക്കി നിങ്ങൾക്കൊരു സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യണം. എന്തായാലും ഒന്നുകൂടി ഞാൻ ഇതിൽ പങ്കെടുത്ത് ഇത് ഓർഗനൈസ് ചെയ്യാൻ ഇവിടെ നമ്മളോട് സഹകരിച്ച എല്ലാ ഓഫീസേഴ്സിനും മറ്റ് ലൈൻ ഡിപ്പാർട്ട്മെന്റ് ഓഫീസേഴ്സിനും ഒക്കെ നാട്ടുകാർക്കും മറ്റ് ജനപ്രതിനിധികളാരെല്ലാം ഇവിടെ എത്തിച്ചേർന്നുകൊണ്ട് എല്ലാവർക്കും ഞാൻ നന്ദി. ന്യൂസ് ബ്യൂറോ അഞ്ചൽ. അഞ്ചലിൽ ബൈക്കും ഓട്ടോയും കൂട്ടിയിടിച്ച 3 പേർക്ക് പരിക്ക്. ബൈക്കും ഓട്ടോയും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്ക്. അഞ്ചൽ അഗസ്ത്യക്കോട് ഗവൺമെന്റ് ന്യൂ LPSന് സമീപം പത്മവിലാസത്തിൽ അനീഷ് കുമാർ, പുന്നല മഞ്ചളൂർ രാജേഷ് ഭവനത്തിൽ രാജേഷ്, അലിമുക്ക് കാഞ്ഞിരമുകൾ വീട്ടിൽ തങ്കമ്മ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ അനീഷ് കുമാറിനെ തിരുവനന്തപുരം ആനേറയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും മറ്റ് 2 പേരെയും പുനലൂർ താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രി 9:30 അഞ്ചൽ പുനലൂർ പാതയിൽ അമ്പലമുക്കിലാണ് സംഭവം. കോട്ടുകല്ലെ സ്വകാര്യ റബ്ബർ വ്യാപാര സ്ഥാപനത്തിലെ അക്കൗണ്ടന്റായ അനീഷ് ജോലി കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് വരുന്നതിനിടെയാണ് അപകടമുണ്ടായത്. പരിക്കേറ്റ തങ്കമ്മയും മറ്റൊരു സ്ത്രീയും കൂടി രാജേഷിന്റെ ഓട്ടോയിൽ അഞ്ചലിലുള്ള ബന്ധുവിന്റെ മരണവീട്ടിലേക്ക് പോവുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ 2 വാഹനങ്ങളും പൂർണ്ണമായും തകർന്നു. അപകടത്തിൽപ്പെട്ട 15 മിനിറ്റോളം റോഡിൽ രക്തം വാർന്നു കിടന്ന ഇവരെ ചടയമംഗലത്തേക്ക് കാറിൽ യാത്ര ചെയ്തിരുന്ന സംഘമാണ് അഞ്ചൽ സെന്റ് ജോസഫ് ആശുപത്രിയിൽ എത്തിച്ചത്. അപകടം നടന്ന സ്ഥലത്തിന് സമീപം റോഡിന്റെ ടാറിങ്ങിൽ നിന്നും 1.5 അടിയോളം താഴ്ചയുള്ളതും ഇറക്കമിറങ്ങി വരുന്ന വാഹനങ്ങൾ റോഡിന് മധ്യഭാഗത്തേക്ക് കയറി യാത്ര ചെയ്യാൻ ഇടയാകാറുണ്ട്. തറനിരപ്പിൽ നിന്നും ടാറിംഗ് വരെ പൊക്കത്തിലായി. സമാന രീതിയിൽ ഇതിനു മുമ്പും ഇവിടെ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സംഭവത്തെ തുടർന്ന് അഞ്ചൽ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ച ശേഷം 2 വാഹനങ്ങളും പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. ന്യൂസ് ബ്യൂറോ അഞ്ചൽ. ADV ന്യൂസിൽ ഇനിയൊരു ഇടവേള.
ഗാനം ടെക്സ്റ്റൈൽസ് അഞ്ചൽ. തെക്കൻ കേരളത്തിൽ വിലക്കുറവിന് പേരുകെട്ട വസ്ത്ര വ്യാപാരശാലകൾ. ഗാനം ടെക്സ്റ്റൈൽസ് അഞ്ചൽ. ഗാനം സാരീസ് മെഗാ ഡിസ്കൗണ്ട് സെയിൽ. എല്ലാ വസ്ത്രങ്ങൾക്കും എന്നും അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഗാനം ടെക്സ്റ്റൈൽസ് അഞ്ചൽ. സ്മാർട്ട് സൂപ്പർ മാർക്കറ്റ് ആറോ ജംഗ്ഷൻ അഞ്ചൽ. ക്വാളിറ്റിയിലും വിശ്വാസ്യതയിലും ഒന്നാം സ്ഥാനം നിലനിർത്തിക്കൊണ്ട് സ്മാർട്ട് സൂപ്പർ മാർക്കറ്റ് അഞ്ചൽ പട്ടണത്തിന്റെ ഹൃദയഭാഗത്തായി വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി നിങ്ങൾക്കായി പ്രവർത്തിക്കുന്നു. സ്മാർട്ട് സൂപ്പർ മാർക്കറ്റ് ആറോ ജംഗ്ഷൻ അഞ്ചൽ. ഫ്രോസൺ ഫുഡ്സ്, പാൽ ഉൾപ്പെടെ ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാം ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിട്ടുവീഴ്ചയില്ലാത്ത ക്വാളിറ്റി, ഏറ്റവും താഴ്ന്ന വില. വന്നാൽ പിന്നെ മറ്റെങ്ങും പോകേണ്ട, എല്ലാം ഇവിടെ കിട്ടും. സ്മാർട്ട് സൂപ്പർ മാർക്കറ്റ് ആറോ ജംഗ്ഷൻ അഞ്ചൽ. സ്മാർട്ടിൽ വന്നാൽ നിങ്ങൾക്ക് മറ്റെങ്ങും പോകേണ്ടി വരില്ല. വാർത്തകൾ തുടരുന്നു. ലോകബാങ്കിന്റെ 13 ലക്ഷവും പാഴായ പദ്ധതി അഞ്ചലിൽ. ലോകബാങ്കിൽ നിന്നും അനുവദിച്ച 13 ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച ട്രാഫിക് സിഗ്നൽ ലൈറ്റ് സംവിധാനം പ്രവർത്തനക്ഷമമാക്കാൻ നടപടിയില്ല. അഞ്ചൽ ചന്തമുക്കിൽ സ്ഥാപിച്ചിരിക്കുന്ന സിഗ്നൽ ലൈറ്റുകളാണ് തകരാറിലായി 1.5 വർഷം കഴിഞ്ഞിട്ടും പുനഃസ്ഥാപിക്കുന്നതിന് അധികൃതർ നടപടി സ്വീകരിക്കാതിരിക്കുന്നത്. ഡ്രൈവർമാരുടെയും നാട്ടുകാരുടെയും നീണ്ടകാലത്തെ കാത്തിരിപ്പിനൊടുവിൽ 11/11/2011 രാവിലെ 11:11 അന്നത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന എ സക്കീർ ഹുസൈൻ അഞ്ചൽ ചന്തമുക്കിൽ ട്രാഫിക് സിഗ്നൽ ലൈറ്റ് സംവിധാനം ഉദ്ഘാടനം ചെയ്തത്. 11 എന്ന അക്കത്തിന് പ്രാധാന്യം നൽകി പ്രവർത്തനം ആരംഭിച്ച സിഗ്നൽ ലൈറ്റ് യൂണിറ്റാണ് ഇപ്പോൾ പഞ്ചായത്തിന്റെ അവഗണനയാൽ നിശ്ചലമായിരിക്കുന്നത്. അഞ്ചൽ ടൗണിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിനായി 2011-12 സാമ്പത്തിക വർഷത്തിൽ ലോകബാങ്ക് അഞ്ചൽ ഗ്രാമപഞ്ചായത്തിനായി അനുവദിച്ച 13 ലക്ഷം രൂപ ചിലവഴിച്ചാണ് സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിച്ചത്. സാധാരണ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും സിഗ്നൽ ലൈറ്റുകളുടെ നിർമ്മാണം അന്തർ സർക്കാർ സ്ഥാപനമായ കെൽട്രോണിനെയാണ് ഏൽപ്പിക്കാറുള്ളത്. ഇതിന് വിരുദ്ധമായി അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് തിരുവനന്തപുരം വിഴിഞ്ഞം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന യാമിനി അസോസിയേറ്റ് എന്ന സ്വകാര്യ കമ്പനിയെയാണ് സിഗ്നൽ ലൈറ്റ് സംവിധാനത്തിന്റെ നിർമ്മാണ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. സമീപ പഞ്ചായത്തുകളിൽ സ്ഥാപിച്ച സിഗ്നൽ ലൈറ്റുകൾക്ക് ചിലവായ തുകയേക്കാൾ വളരെ കൂടുതലായിരുന്നു അഞ്ചൽ പഞ്ചായത്ത് ചിലവഴിച്ചത്. ഇക്കാരണത്താൽ നിർമ്മാണത്തിൽ അപാകതയുള്ളതായി പ്രാഥമിക ഘട്ടത്തിൽ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആരോപണം ഉയർന്നിരുന്നു. കെൽട്രോൺ സ്ഥാപിച്ച ട്രാഫിക് സിഗ്നൽ ലൈറ്റുകളുടെ തകരാറുകൾ വർഷങ്ങൾ കഴിഞ്ഞാലും അവർ തന്നെയാണ് പരിഹരിക്കാറുള്ളത്. എന്നാൽ അഞ്ചൽ ചന്തമുക്കിലെ സിഗ്നൽ ലൈറ്റിന് സ്വകാര്യ കമ്പനി 1 വർഷത്തെ കരാർ മാത്രമാണ് നൽകിയിരുന്നത്. ഈ കാലാവധി ശേഷമാണ് സിഗ്നൽ ലൈറ്റുകൾ തകരാറിലായിരിക്കുന്നത്. സ്വകാര്യ കമ്പനി അഞ്ചലിലേക്ക് ഇതിനുശേഷം തിരിഞ്ഞുപോലും നോക്കിയിട്ടില്ല. ആറോ ജംഗ്ഷനിലും മാർക്കറ്റ് ജംഗ്ഷനിലുമായി 2 സിഗ്നൽ യൂണിറ്റുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇതിൽ മാർക്കറ്റ് ജംഗ്ഷനിലെ സിഗ്നൽ ലൈറ്റാണ് 1.5 വർഷം മുമ്പ് വാഹനമിടിച്ച് തകർന്നതിനാൽ പ്രവർത്തനരഹിതമായത്. പോലീസുകാർ ട്രാഫിക് പോയിന്റിൽ നിന്ന് വാഹനങ്ങൾ തിരിച്ചുവിടുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ജംഗ്ഷനിൽ സ്ഥാപിച്ചിട്ടുള്ള സിഗ്നൽ ലൈറ്റുകൾ ബാറ്ററിയുടെ തകരാർ കാരണം മിക്കപ്പോഴും തകരാറിലാണ്. ട്രാഫിക് നിയന്ത്രണത്തിന് പോലീസ് ഇല്ലെങ്കിൽ വാഹനങ്ങൾ കടന്നുപോകുന്നത് തോന്നുംപടിയാണ്. ഇതിനാൽ ജംഗ്ഷനിലെ സിഗ്നൽ ലൈറ്റ് മിക്കപ്പോഴും ഒരു കാഴ്ച വസ്തുവായി മാറുന്ന അവസ്ഥയുമാണുള്ളത്. ടൗണിലെ ഗതാഗതക്കുരുക്കിൽ ട്രാഫിക് നിയന്ത്രണത്തിന് നിൽക്കുന്ന പോലീസും വാഹന കാൽനട യാത്രികരും വലയുന്നത് പതിവ് സംഭവവുമായി മാറിയിരിക്കുകയാണ്. ടൗണിലെ അനധികൃത പാർക്കിങ്ങിനെതിരെ അഞ്ചൽ ജനമൈത്രി പോലീസ് നടപടി സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും ചന്തമുക്കിൽ സിഗ്നൽ ലൈറ്റിന്റെ അഭാവം ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. സിഗ്നൽ ലൈറ്റിന്റെ തകർന്ന ഭാഗം ഇളക്കി മാറ്റി ചന്തമുക്കിലെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം ഉപേക്ഷിച്ചിരിക്കുകയാണ്. ലോകബാങ്കിന്റെ ഫണ്ട് വിനിയോഗിച്ചതിനാൽ പഞ്ചായത്ത് ഫണ്ട് ചിലവഴിക്കുവാൻ കുറേയധികം നൂലാമാലകളുണ്ടെന്നാണ് പഞ്ചായത്ത് ജീവനക്കാർ പറയുന്നത്. ചന്തമുക്കിൽ സിഗ്നൽ ലൈറ്റുകൾ കൂടി തകരാറിലായതിനാൽ അഞ്ചലായൂർ റോഡിൽ കോളേജ് ജംഗ്ഷൻ മുതൽ ചന്തമുക്ക് വരെ മിക്കപ്പോഴും വാഹനങ്ങൾ ഒച്ചിഴയും വേഗത്തിലാണ് കടന്നു പോകുന്നത്.
സിഗ്നൽ തകർത്ത വാഹനം തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിലും നാളിതുവരെയായി നഷ്ടപരിഹാരം ഈടാക്കുന്നതിനോ ഉടമസ്ഥനെ കണ്ടെത്തുന്നതിനോ പോലീസിന് കഴിഞ്ഞിട്ടില്ല. പഞ്ചായത്ത് അധികൃതരുടെ പരാതി ശക്തമല്ലാത്തതിനാലാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള അന്വേഷണവും നടപടിയും ഇപ്പോൾ മന്ദഗതിയിലായിരിക്കുന്നത്. സിഗ്നൽ ലൈറ്റുകളുടെ തകരാർ പരിഹരിക്കുവാൻ നിർമ്മാണ കമ്പനിയുമായി കരാർ ഉറപ്പിക്കുവാൻ തീരുമാനിച്ചിട്ടുള്ളതായും അതിനുള്ള തുക കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും വകയിരുത്തിയതായും പഞ്ചായത്ത് സെക്രട്ടറിയായിരുന്ന ലതീന്ദ്രൻ പറയുന്നു. ഇക്കൊല്ലത്തെ സാമ്പത്തിക ഫണ്ട് അനുവദിച്ച് ഏറിയ പങ്കും ചിലവഴിച്ചിട്ടും ചന്തമുക്കിലെ തകരാറിലായ സിഗ്നൽ ലൈറ്റിന്റെ പ്രവർത്തനം എന്ന പഞ്ചായത്ത് അധികൃതരുടെ ഉറപ്പ് കടലാസിൽ മാത്രം ഒതുങ്ങുകയാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് അടുത്ത വർഷം മാർച്ച് വരെയുള്ള ഫണ്ടെല്ലാം പഞ്ചായത്ത് അംഗങ്ങൾ മത്സരിച്ച് ചിലവഴിച്ചതിനാൽ ഇനിയും 8 മാസത്തോളം ഈ ട്രാഫിക് സിഗ്നൽ ലൈറ്റിന്റെ ദുരവസ്ഥ തുടരുമെന്നതാണ് വാസ്തവം. അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ ഫണ്ടുകൾ അനാവശ്യമായി ചിലവഴിക്കുന്നതിന് ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ ഒറ്റക്കെട്ടാണെന്നതിനുള്ള ഉത്തമ തെളിവായി മാറിയിരിക്കുകയാണ് അഞ്ചൽ ചന്തമുക്കിലെ ട്രാഫിക് സിഗ്നൽ ലൈറ്റ് സംവിധാനം. സിഗ്നൽ ലൈറ്റ് കേടായതുപോലെ ഇവിടെ പലവിധമായ അപകടങ്ങൾ ഉണ്ടാവുക. ഇത് കുറച്ച് ദിവസമായി ഇത് തകരാറിലായിട്ട് ഇത് അധികാരികൾ ആരും ഇത് നോക്കുന്നു പോലുമില്ല. കുറേ ദിവസമായി ഇതിൻ്റെ പ്രശ്നങ്ങൾ ഇങ്ങനെ. അതുകൊണ്ട് വാഹനങ്ങൾ പല പ്രാവശ്യം അപകടങ്ങൾ സംഭവിച്ചു. സ്കൂൾ കുട്ടികളൊക്കെ കാൽനടക്കാർക്കൊക്കെ അപകടം പതിവായി. ബുദ്ധിമുട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ക്രോസ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല. അത് അധികാരികളൊന്ന് ശ്രദ്ധിക്കണമെന്ന് നമ്മൾ പറയുന്നത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഇടമുളക്കൽ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കുടുംബസംഗമം നടത്തി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഇടമുളക്കൽ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കുടുംബസംഗമം നടത്തി. പനച്ചവിള വൃന്ദാവന ജംഗ്ഷനിൽ സംഘടിപ്പിച്ച പരിപാടി KSSPU സംസ്ഥാന സെക്രട്ടറി P. ജഗതൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. കുടുംബസംഗമത്തിന്റെ ഭാഗമായി സാമ്പത്തിക ആസൂത്രണം എന്ന വിഷയത്തിൽ സെബിയുടെ ധനകാര്യ വിദ്യാഭ്യാസ പരിശീലകൻ ഡോക്ടർ MN ഫയാനന്ദൻ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. 5 വർഷത്തിന് ശേഷം 5 വർഷത്തെങ്കിലും കാലാവധി ഉണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപിച്ചാൽ ഏറ്റവും കുറഞ്ഞത് 15% ലാഭം ഉണ്ടാകുന്നതാണ്. ഓഹരി കമ്പോളത്തിൽ ഇറക്കുന്നവർക്ക് 15-നും 20-നും ഇടയിൽ ശരാശരി കിട്ടും. മ്യൂച്വൽ ഫണ്ടിലാണെങ്കിൽ 15 വരെയൊക്കെ കിട്ടും. ബാങ്കിലോ പോസ്റ്റ് ഓഫീസിലോ ഇട്ടാൽ 8% 9% ഒക്കെ മാത്രമേ കിട്ടത്തുള്ളൂ. ഇനി ബാങ്കിലെ ഡിപ്പോസിറ്റിന് ഇൻകം ടാക്സ് കൊടുക്കണം. യൂണിറ്റ് പ്രസിഡന്റ് V. രമേശൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അഞ്ചൽ ബ്ലോക്ക് സെക്രട്ടറി K. ബാലൻപിള്ള, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് N. സുശീലാമണി, യൂണിറ്റ് സാംസ്കാരിക സമിതി കൺവീനർ N. സഹദേവൻ, യൂണിറ്റ് വനിതാവേദി കൺവീനർ V. യശോദ, ബ്ലോക്ക് നിരീക്ഷകൻ K. പരമേശ്വരൻ നായർ എന്നിവർ പ്രസംഗിച്ചു. യൂണിറ്റ് സെക്രട്ടറി N. ഗോപാലകൃഷ്ണപിള്ള സ്വാഗതവും ട്രഷറർ A. അബ്ദുൽ ഹമീദ് കൃതജ്ഞതയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. അഞ്ചൽ പഞ്ചായത്തിന്റെ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സബ്സിഡി നിരക്കിൽ മുട്ടക്കോഴി കുഞ്ഞുങ്ങളുടെ വിതരണ ഉദ്ഘാടനം സംഘടിപ്പിച്ചു. അഞ്ചൽ ഗ്രാമപഞ്ചായത്തിന്റെ ജനകീയാസൂത്രണം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 720 രൂപ വിലയുള്ള 8 മുട്ടക്കോഴി കുഞ്ഞുങ്ങളെയാണ് സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്യുന്നത്. ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1300 പേർക്ക് 8 കോഴിയെ വെച്ച് 10,000-ന് പുറത്ത് മുട്ടക്കോഴിയെ കൊടുക്കുന്ന ജനകീയാസൂത്രണ പദ്ധതിയാണ്. അതിൻ്റെ ആദ്യ ഘട്ട വിതരണം ഏറത്ത് വെച്ച് നടത്തുകയാണ്. ഈ വരുന്ന 8 കോഴിക്ക് ഫീസ് ഉണ്ടോ? എങ്ങനെ? ഓക്കെ, ഗുണഭോക്തൃ വിഹിതമായി 220 രൂപ അടയ്ക്കണം. 500 രൂപ സബ്സിഡി. ആകെ 720 രൂപ വിലയുള്ള 8 കോഴിയാണ് നമ്മൾ നൽകുന്നത്. രണ്ടാം ഘട്ട വിതരണം ഈ മാസം തന്നെ 28, 29 തീയതികളിലായി നടത്തുന്നതാണ്. ഇതിൻ്റെ ഉൽപ്പാദനം നമ്മൾ കണക്കാക്കിയിരിക്കുന്നത് 25 ലക്ഷം കോഴിമുട്ടയാണ്. ഇതൊരു തുടർ പ്രക്രിയ. കഴിഞ്ഞ കൊല്ലം നമ്മൾ ഇതേപോലെ കൊടുത്തിട്ടുണ്ട്, നല്ല വിജയമായിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്തിൻ്റെ തോട്ടത്തറയിൽ വിരിയുന്ന കോഴിക്കുഞ്ഞ്, അതായത് ജില്ലാ പഞ്ചായത്ത് വിഭാവനം ചെയ്ത പദ്ധതിയുടെ തുടർച്ചയാണിത്. തോട്ടത്തടയിൽ നിന്ന് കുഞ്ഞിനെ എടുക്കുന്നു, സർക്കാർ അംഗീകൃത നേഴ്സറിയിൽ വളരുന്നു. നമ്മൾ ആവശ്യക്കാർക്ക് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം വിതരണം നടത്തുന്നു. 500 രൂപ പഞ്ചായത്ത് സബ്സിഡിയായും 200 രൂപ ഗുണഭോക്താക്കളിൽ നിന്നും വാങ്ങുകയുമാണ് ചെയ്യുന്നത്. പദ്ധതിയുടെ വിതരണോദ്ഘാടനം അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR ലളിതാഫായി നിർവഹിച്ചു. അഞ്ചൽ ഗ്രാമപഞ്ചായത്തിൻ്റെ 2015-16 സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി
മൃഗസംരക്ഷണ വകുപ്പ് വഴി നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ ഇന്ന് നടക്കുന്നതെന്ന് പറഞ്ഞാൽ മുട്ടക്കോഴി വിതരണമാണ്. മൃഗസംരക്ഷണ വകുപ്പ് വഴി കോഴിക്കുഞ്ഞുങ്ങളെ വിതരണം നടത്തുക. അതോടൊപ്പം തന്നെ നമ്മളൊരു വാർഡിൽ 12 ഗുണഭോക്താക്കളെ തിരഞ്ഞെടുത്തുകൊണ്ട് അവർക്ക് ഒരു ആടിനെ നൽകുന്നുണ്ട്. അതുകൂടാതെ സ്വന്തമായി പശു വളർത്തുന്ന ആൾക്കാർക്ക് കാലിത്തൊഴുത്ത് നിർമ്മിച്ച് നൽകുന്നുണ്ട്. അതുകൂടാതെ കന്നുകുട്ടി പരിപാലന പദ്ധതി, സബ്സിഡി ഇനത്തിൽ കാലിത്തീറ്റ നൽകുന്ന വിതരണം, അങ്ങനെ മൃഗസംരക്ഷണ വകുപ്പ് വഴി നടക്കുന്ന വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനമാണ്. അപ്പോൾ നമ്മൾ ഇത്ര പെട്ടെന്ന് തന്നെ ഇത് കൊടുക്കുവാനുണ്ടായ സാഹചര്യം തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്നത് കൊണ്ട് എത്രയും പെട്ടെന്ന് ഗുണഭോക്താക്കളിൽ ഇത് എത്തുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം. അതിന് 19 വാർഡിലെയും മെമ്പർമാരുടെ പൂർണ്ണമായ സഹകരണം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിലെ മൃഗസംരക്ഷണ വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ സഹായം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള പദ്ധതികൾ ഗുണഭോക്താക്കളിൽ എത്തുക എന്ന ലക്ഷ്യമാണ് ഞങ്ങൾക്കുള്ളത്. അപ്പോൾ വളരെ സന്തോഷമുണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇത് കൊടുക്കുവാൻ കഴിഞ്ഞതിൽ. ഡോക്ടർ ഷാഹുൽ ഹമീദ്, പഞ്ചായത്ത് അംഗങ്ങളായ സീന, ഏറെ സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അഞ്ചലിൽ ബൈക്കും ഓട്ടോയും കൂട്ടിയിടിച്ച 3 പേർക്ക് പരിക്ക്. അഞ്ചലിൽ ജില്ലാ കളക്ടറുടെ വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ അദാലത്ത് സംഘടിപ്പിച്ചു. ലോകബാങ്കിന്റെ 13 ലക്ഷവും പാഴായ പദ്ധതി അഞ്ചലിൽ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഇടമുളക്കൽ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കുടുംബസംഗമം നടത്തി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. ADV ന്യൂസിൽ വാർത്തകൾ കാണാം രാവിലെ 7:30, ഉച്ചയ്ക്ക് 12:30, വൈകിട്ട് 4:30, രാത്രി 10. ലോകത്ത് എവിടെ നിന്നും ADV ന്യൂസ് കാണുന്നതിനായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.